ഞാനൊക്കെ ജീവിക്കാൻ കുറേ മറന്നു വയ്ക്കുന്ന ആളാണ്. ഒരു 30 years+ ഞാൻ ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ, അകത്ത് എഞ്ചിൻ ഇച്ചിരി തകരാറാണ്, അവിടെ ഇവിടെയൊക്കെ തകരാറുണ്ട്. ഇതൊക്കെ ഗുരുകുല സമ്പ്രദായമായിരുന്നു. എല്ലാവരും സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങ് ഫോൺ വിളിക്കണം. 4 മണിക്ക് അങ്ങ് തിരിച്ചു വന്നിട്ട് വിളിയാ. ഒരു ദിവസം എൻ്റെ അമ്മ ഒരു +2 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ വന്നിട്ട്, പിള്ളേർ നിങ്ങൾക്ക് നാണമില്ലേ, ഈ പൂച്ച 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 എന്നുള്ള സാധനം പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ വല്ല ബോയ്സിനെ പറ്റിയിട്ടോ. അവർക്ക് ടെൻഷൻ, ഇതിൽ തകരാറുണ്ടോ മക്കൾക്ക്. കർണാട്ടിക്, ലൈറ്റ് മ്യൂസിക്, മാപ്പിളപ്പാട്ട്, റെസിറ്റേഷൻ, മലയാളം, സംസ്കൃതം, തമിഴ്, തെലുങ്കില്ലല്ലോ, വേറെ ഇംഗ്ലീഷ്, ഒരു 10 ഐറ്റം ആയില്ലേ. എന്നാ പിന്നെ കമന്റ് ഒന്നുണ്ട്. എൻ്റെ പൊന്നെ വഴിക്കൊണ്ടല്ലോ തെറിവിളിയും പൊങ്കാലെന്ന് പറഞ്ഞാണ്ടല്ലോ. ഞാൻ അന്നത്തെ ഇതിൽ ഞാൻ ഓർത്ത് ഞാൻ പാട്ട് നിർത്തി ജീവിതം അവസാനിപ്പിച്ച പോലെ. ഞാൻ എഴുന്നേറ്റിരുന്ന രാത്രി 2-3 മണിക്കൂർ കരഞ്ഞു. ഇപ്പോൾ ഒരു ഡിസംബർ ക്രിസ്മസിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോൾ ഒരു തണുപ്പ് വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അഞ്ചു മഫ്ലറൊക്കെ ചുറ്റി സ്വെറ്ററൊക്കെ ഇട്ടായിരുന്നു സ്കൂളിൽ വരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ വരുന്ന ഏക വ്യക്തി അഞ്ചു ആയിരിക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ മഫ്ലർ കെട്ടി പൊരിഞ്ഞ ചൂടായിരിക്കും, മഫ്ലർ കെട്ടിയായിരുന്നു കിടക്കുന്നത്. മറ്റു സാധനം കൊണ്ടുപോകുന്നത് ഇങ്ങനെയാ, ഈ മഫ്ലറിനകത്ത് പൊതിഞ്ഞു വെക്കും ബാഗിനകത്ത്. അപ്പൊ ഇവരെ നമ്മള് അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിക്കാൻ പറ്റിയത് ഇത് മാത്രം ഇങ്ങനെ പൊക്കി കാണിക്കും. മനസ്സിലായ? സിനിമാ തിയേറ്ററിൽ എങ്ങനെ സാധനങ്ങൾ ഒളിച്ചു കിടത്താന്നുള്ളതിന് വേണേ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യാറ്. ഇവര് സക്സസ്ഫുൾ എന്ന് വിളിച്ചു നമ്മളെ. അല്ല പിന്നെ 100 പുഷപ്പ്. ജിബിന് ഞാനും കൂടെ ഉള്ള വല്ല വർക്കൗട്ടിന്റെ എന്തെങ്കിലും ഒരു ഷോർട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ചില ചേട്ടന്മാർ, അതാരാ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓൾറെഡി. ആ ചേട്ടൻ മെസ്സേജ് അയക്കും, ഇത്ര രൂപ തരാം, എന്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. ഐ തിങ്ക് സോ. എനിക്ക് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. അമ്പാടിക്കുഴലേ പൊന്നോടക്കുഴലേ വേണു ഗോപരാജിത സങ്കുണ ജയശീല. 15ാമത്തെ വയസ്സിലാണ് ഐഡിയ ശാസ്ത്രങ്ങളിൽ സംഭവിക്കുന്നത് അല്ലേ? 17ാമത്തെ വയസ്സിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഐഡിയ ശാസ്ത്രങ്ങളുടെ ബെസ്റ്റ് മെമ്മറി ഇപ്പോഴും ചിത്ര ചേച്ചി വളയുരുത്തുന്നത് തന്നെയാണോ? ഓഫ് കോഴ്സ് ആണ്. അത് ഭയങ്കര അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പഠിക്കാണ്ട് പൊട്ടറി ലോട്ടറി അടിച്ച കിട്ടിയ സംഭവമാണ്. പക്ഷെ ബേബി അതൊരു വലിയ മെമ്മറിയാണ്. അതല്ലാതെ അമ്മ പറഞ്ഞൊരു ഇതുണ്ട്, കർണാട്ടിക്. അത് എനിക്ക് ജോൺസൺ മാഷിന് ഓർമ്മയുണ്ട് അന്ന് വന്നത്, പക്ഷെ ഈ കമന്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അമ്മ അത് ഓർത്ത് വെക്കുന്നതാ. ഞാൻ അന്ന് വലിയ കർണാട്ടിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളല്ല, പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കച്ചേരി അവതരിപ്പിക്കാൻ പാകത്തിനൊരു ബുദ്ധിയോ ബോധമോ ഉള്ള ആളല്ല ഞാൻ. അതിനെപ്പറ്റി അന്ന് 5 ദിവസമാണ് സമയമുള്ളത് കർണാട്ടിക് റൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങി. അവർക്കൊക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീനാട്ടൻ, ജോബിച്ചാണ്ടി ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഇവർ ഫൈനൽസിലേക്ക് ഉള്ളവരാണെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. ഇവർ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചൊന്നും ഇല്ല, എന്തിനു സമയം വേസ്റ്റ് ചെയ്യണം ഞാൻ ചിന്തിച്ചത്. ദൈവമേ, 5 ദിവസം മുന്നേ ഞാൻ ഇന്നുമായി. ആകെ 5 ദിവസം ഇത് മൊത്തം പഠിച്ച് എങ്ങനെ പാടുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അന്ന് പഠിപ്പിച്ചത് ചന്ദ്രമന നാരായണ നമ്പൂതിരി എന്ന് പറഞ്ഞ മാഷിൻ്റെ അടുത്ത്. അന്ന് എനിക്കൊരു പാട്ട് സാറ് പോലും ഇല്ല, പേര്. ഞാൻ സാറിനെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ സാർ 5 പേരും നമ്മൾ പഠിക്കാൻ 5 ദിവസം കൊണ്ട് സാർ തന്നെ തല്ലി കൊട്ടി ഇത് പഠിപ്പിച്ച് പുട്ടൂറ്റിക്കകത്ത് ഇത് നിറയ്ക്കുകയല്ലേ, എല്ലാം കറക്റ്റ് പുട്ടൊക്കെ നിറച്ച് വെക്കുന്ന പോലെ സാറ് നിറച്ച് വെച്ചു. ഞാൻ ആദ്യം പക്കമേളത്തിൻ്റെ കൂടെ പോലും ഞാൻ പാടിയിട്ടില്ല. അതായത് അവിടെ ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, അതിൻ്റെ കൂടെ ഒന്നും ഞാൻ പാടിയിട്ടേ ഇല്ല. സാറ് വന്ന് എൻ്റെ മുന്നിൽ ഇരുന്ന് ഞാൻ നോക്കുമ്പോൾ സാറ് തെറ്റിക്കല്ലേ. പക്ഷെ അന്ന് അത് ചില ദിവസം എന്താ മിറക്കിളാന്ന് പറയത്തില്ലേ, എന്തോ ഭാഗ്യത്തിന് എല്ലാം ശരിയായി. എനിക്ക് തോന്നുന്നു എന്ന് 99 അങ്ങനെ എങ്ങാണ്ടോ സ്കോർ ചെയ്തത്, മാർക്സ് കിട്ടിയത്. എനിക്കും ഞെട്ടലായിരുന്നു, സാറിന് ഞെട്ടലില്ലായിരുന്നു. സാറിന് അറിയാം സാറ് പഠിപ്പിച്ച സാധനം അതിനുള്ളതുണ്ടെന്നുള്ള സാറിന് അറിയാം. പക്ഷെ എനിക്കൊരു ഉറപ്പില്ലല്ലോ എന്നെപ്പറ്റി, ഞാൻ പാടുമല്ലോ എന്നുള്ളതിനെ പറ്റി. പക്ഷെ നെക്സ്റ്റ് ലെവലായിരുന്നു ആ ഒരു മൊമെന്റ്. എനിക്ക് മേ ബി ഞാൻ ആ എക്സൈറ്റ്മെന്റിലും കരച്ചിലും ആയിരുന്നോണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ കമന്റ് ഒന്നും ഞാൻ കേട്ടില്ല. എന്തോ സംഭവിച്ചു ഇന്ന് വിശ്വാ അങ്ങനെ ആയിരുന്നിരുന്നെ. അതൊരു
മേജർ മെമ്മറിയാണ്. ഇപ്പൊ ഐഡിയ ശാസ്ത്രങ്ങളിലെ കോണ്ടാക്ട്സ് ഉള്ള ആരൊക്കെയുണ്ട് ഇപ്പോഴും? ഞാന് ശ്രീനാഥേട്ടനുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാ. Okay. ശ്രീനാഥൻ എന്റെ ചിൽ കക്ഷിയാണ്. ജോബിച്ചേട്ടനെയൊക്കെ ഇടയ്ക്ക് ഷോസിന് കാണാറുണ്ട്. രാഹുലിനെ ഇടയ്ക്ക് ലുലുമോളി വെച്ച് കാണാറുണ്ട്. ശിഖയായിട്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ആരാ കോണ്ടാക്ട് ഉള്ളത്? ഇവരൊക്കെ ആയിട്ടാണ്, എന്റെ ടീമിൽ ഇവരൊക്കെ ആയിട്ടാണ് കോണ്ടാക്ട്. എന്നാലും ഐഡിയ ശാസ്ത്രങ്ങളിൽ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിപ്പോ നമ്മളുടെ ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ. ഐഡിയ ശാസ്ത്രങ്ങൾ നമ്മളുടെ എല്ലാവരും ഇപ്പൊ ഐഡിയ ശാസ്ത്രങ്ങൾ ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും പല പല മേഖലകളിലേക്ക് പോകും. മ്യൂസിക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയൊരു വളരെ ചുരുക്കമാണല്ലോ. അതിൽ സക്സസ് ആയ ആൾക്കാരും വളരെ ചുരുക്കമാണ്. അങ്ങനെ ചുരുക്കം ചില സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. നമ്മളെ സിംഗർ ആയിട്ടുള്ള അഞ്ജുവിനെ അറിയാം, ഐഡിയ ശാസ്ത്രങ്ങളിൽ നമ്മൾ പാടുന്ന അഞ്ജുവിനെ അറിയാം. എന്തെങ്കിലും ഇദ്ദേഹത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന സംഭവം എന്താ? റിയാലിറ്റി ഷോയ്ക്ക് അപ്പുറം അല്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സിംഗറായിട്ട് എന്നുള്ളതിലുപരി ചേട്ടൻ ആക്ച്വലി എനിക്കൊരു ബ്രദറിനെ പോലെ ഉള്ള ആളാണ്. അതപ്പോൾ നേരത്തെ ചോദിച്ചാൽ പറഞ്ഞ പോലെ സിംഗർ എന്നതിലുപരി നമുക്കൊരു സിസ്റ്റർ അല്ലെങ്കിൽ എനിക്ക് അവളുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ഞങ്ങൾ സിംഗാണ്, ക്യാരക്ടർ ഇഷ്ടമില്ല. തിരിഞ്ഞു നോക്കുമ്പോഴേ റിയാലിറ്റി ഷോയിൽ ഏറ്റവും ദ ബെസ്റ്റ് മെമ്മറി വിത്ത് ഹെർ എന്താ? റിയാലിറ്റി ഷോയിൽ സത്യം പറഞ്ഞാൽ വലിയ മെമ്മറി ഒന്നും ഇല്ല. അതാണ് സത്യം. അങ്ങനെയല്ല, കാരണം എല്ലാവരും ഈ പറഞ്ഞ പാട്ടുകൾ എങ്ങനെയും പാടണമെന്ന റിയാലിറ്റിയിലായിരുന്നു ആ സമയത്തൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടന് വേറൊരു റേഞ്ച് ഓഫ് ഫാൻ ഫോളോയിങ് ഉണ്ട്. എനിക്കറിയാം. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് അതാണ് നമ്മൾ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ 17-18 ഏജിലുള്ള ആളുകളായതുകൊണ്ടും കൂടെ നമ്മൾ ആ സമയത്തൊരു ആ പാട്ട് പാടുക, അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ, അങ്ങനത്തെ കുറേ പ്രഷർ ഇതൊക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ സീസൺ. പിന്നെ നല്ല പ്രഷറാണ് റിയാലിറ്റി ഷോ, നല്ല പ്രഷർ പരിപാടിയാ. അല്ല, എനിക്കൊന്ന് ഇപ്പൊ കുറച്ചും കൂടെ ലൈറ്റ് ആണെന്ന് തോന്നുന്നു റിയാലിറ്റി ഷോസ് ഒക്കെ. സമയത്തൊക്കെ ഗുരുകുല സമ്പ്രദായമായിരുന്നു. അതെ, ടെററാണ് എല്ലാവരും. കാരണം ഒരു ചെറിയ മിസ്റ്റേക്കുകൾ പോലും വലിയ എന്താ പറയുക ജഡ്ജ്മെന്റിലേക്കും വർത്തമാനങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് അത്. ആ സമയത്ത് എല്ലാം അങ്ങനെയായിരുന്നു. പിന്നീട് റിയാലിറ്റി ഷോസിന്റെ ഒക്കെ ഒരു ഫേസ് മാറിയില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഇനി നാളെ ചിലപ്പോൾ ഇതൊന്നും മാറും. അപ്പം ഇപ്പത്തെ ഒരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഞാൻ നിർത്തി. ഞാൻ ചേട്ടായിട്ടൊരു അന്ന് ഞങ്ങൾ വലിയ കൂട്ടൊന്നുമല്ല, കാണും ഇങ്ങനെ ചേട്ടൻ ഹായ് ഹായ് ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടിക്കൊക്കെ കാണുമ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾക്ക് തന്നെ അത്യാവശ്യം സ്വയം മെച്ചൂർഡായി എന്ന് തോന്നുന്നൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ തോന്നുന്നൊരവസ്ഥ. ആ സമയത്ത് തൊട്ടൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഞങ്ങൾ ക്ലോസ് ആയതും. പിന്നെ ഞങ്ങൾ അങ്ങനെ വളരെ നല്ല സുഹൃത്തുക്കളായി. റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തെലുങ്ക് സിനിമയിൽ നിന്ന് എന്തോ നായികയായിട്ട് എന്തോ ഓഫർ വന്നിരുന്നില്ലേ? ഞാൻ അറിഞ്ഞില്ലല്ലേ. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ? തെലുങ്ക് സിനിമയിലായിരിക്കത്തില്ല, മലയാളത്തിലാ വന്നത്. നായികയായിട്ടൊന്നുമല്ല, അനിയത്തിയായിട്ടൊക്കെയാ വരുന്നത്. അനിയത്തിയായിട്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അനിയത്തിയാക്കാൻ പറ്റിയ ഒരു കോലമാണല്ലേ എന്റേത്, അല്ലേട്ടാ? വീട്ടിലുള്ളത് തോന്നലുണ്ട്, അല്ല പക്ഷെ ആ ഒരു ഫീല് കിട്ടും. നിർത്തി എന്റെ കൂട്ടുകാരൻ ചോദിക്കും നിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവരെ വിളിക്കുന്നത്. പിന്നെ ഈ അനിയത്തി ആവാൻ പറ്റിയൊരു ഫിഗർ ഉണ്ടായല്ലോ. സംഭവിച്ചിട്ടില്ല, നടന്നില്ല. എന്നാലും നിങ്ങൾക്ക് രണ്ടുപേരും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ വീഡിയോ ബൈറ്റ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. രണ്ടുപേർക്കും പരിചിതമായിട്ടുള്ള ഒരാൾ. ഹായ് അഞ്ജു, എന്താണ് വിശേഷം? സുഖല്ലേ? ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഫംഗ്ഷൻ ഉള്ളതിന്റെ പേരിൽ എനിക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടില്ല. നമ്മളറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, ഇഷ്ടമുള്ള ആളുകൾ എന്നോട് ആദ്യം ചോദിക്കുന്നതാണ് ചേച്ചി എന്ന വള എവിടെ. നെക്സ്റ്റ് അത് ചോദിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് അഞ്ജു എവിടെയാണ്, നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ചല്ലേ, ഒരുമിച്ച് പാട്ട് പാടാൻ പോവാറില്ലേ എന്നൊക്കെ എപ്പോഴും ചോദിക്കും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ശരിയാണല്ലോ, നമ്മൾ അതിനുശേഷം നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ഒരു പ്രോഗ്രാമോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടിക്കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ടാവുക? നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കും?
അത് നീ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുട്ടി എന്താ ഇത്ര കൂടിക്കാഴ്ചകൾ നടക്കാത്തെന്നാ ചോദിക്കുന്നത്? അയ്യോ, അത് സത്യത്തിൽ ഞാനും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, കൂടിക്കാഴ്ച നടത്താത്ത എന്താന്ന്. പിന്നെ എല്ലാവരും പല 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 ഫീൽഡിലും അതൊക്കെ ആയിപ്പോയില്ലേ. പിന്നെ ഇതാണ് ഈ പറഞ്ഞ ഒരു സമയം കഴിഞ്ഞ് എല്ലാവരും അവനവന്റെ ജീവിതം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് തത്രപ്പാടിന്റെ ഇടയ്ക്ക് മറ്റേ പല കൂടിക്കാഴ്ചകളും ഈ പറഞ്ഞ ഒരു ഭയങ്കര പ്ലാൻഡ് ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും ആരും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ പുരുഷന്മാർ തമ്മിലുള്ള സൗഹൃദങ്ങൾ കുറച്ചും കൂടെ ഇതിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ എപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ടൈംലി എന്നല്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ ഇവർക്ക് കല്യാണം കഴിച്ചു പോകും. അപ്പോൾ ഉണ്ടായിരുന്ന സ്പേസിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പം എൻ്റെ ഇപ്പൊ ശിഖന് മാത്രമല്ല, മറ്റ് പല കൂട്ടുകാരും അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും മക്കളായി. അപ്പൊ അവരുടെ സ്കൂള്, അവരുടെ കാര്യങ്ങള്, അവരുടെ ഭർത്താവിന്റെ കാര്യങ്ങൾ, അവരുടെ ജോലിയുടെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കുന്നതിന്റെ ഇടയ്ക്ക് തത്രപ്പാടിന്റെ ഇടയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇദ്ദേഹം ഇപ്പൊ എന്തായാലും കുറെ കവർ സോങ്സ് പാടിയല്ലോ, പലതും ഭയങ്കര മില്യൺസ് പോയ വീഡിയോസ്. താങ്കൾക്ക് ഇദ്ദേഹം ചെയ്ത കവേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവർ ചെയ്ത കുറെ പാട്ടുണ്ട്. അപ്പം അവളുടെ ഓൺ ഇതായിട്ട് ചെയ്ത തേടൽ എന്നുള്ള ചെയ്യുന്നത് കണ്ടായിരുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ മറ്റൊരു കൂട്ടുകാരനെ ഇവിടെ സ്മരിക്കുകയാണ്. എന്റെ ബാൻഡിലെ വളരെ പ്രിയപ്പെട്ട എന്റെ ഡ്രമ്മറും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളുമായിട്ടുള്ള അഖിൽ ബാബുവാണ് ചേട്ടന് വേണ്ടിയും പല സമയത്തും പ്രൊഡക്ഷൻസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടും അതിനകത്ത് ഒരുപാട് പൈസ ഇറങ്ങിയതുകൊണ്ട് ഞാൻ ആ പാട്ട് വല്ലാതെ ഓർക്കുന്നു. ചേട്ടാ ഒരുപാട് സന്തോഷം ക്വാളിറ്റി ടൈമില്. പറഞ്ഞുകൂടാ ചേട്ടനെ, മതി മതി തൽക്കാലം മതി. ചേട്ടാ താങ്ക് യു. ചേട്ടന്റെ നന്നായി ചെയ്യുക, നല്ല ഒരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ചൈൽഡ്ഹുഡിലെ ഫോട്ടോസ് കാണുന്ന സമയത്തേ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളെ കൂടെ വിളിക്കാം, ചൈൽഡ്ഹുഡിലെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതിന് മുൻപായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും വിചിത്രമായ എന്തെങ്കിലും അസുഖം ഉണ്ടോ? വിചിത്രമായിട്ട് എന്തെങ്കിലും പല അസുഖങ്ങളുണ്ട്. അതായത് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ചുമ്മാ വെറുതെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക, കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ദേഷ്യപ്പെട്ട് സ്വയം സംസാരിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഇത് എവിടെ നിന്ന് പിടിപെട്ടേ? ഇത് പിടിപെട്ടത് അതായത് നമുക്ക് വേറെ ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ അവരോട് ചിലപ്പോൾ നേരിട്ട് ദേഷ്യപ്പെടത്തില്ല, പക്ഷെ നേരിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ടായിരിക്കും ദേഷ്യപ്പെടുന്നത്. അത് കണ്ണാടിയുടെ മുന്നിലോ ബാത്റൂമിലോ എവിടെയെങ്കിലും തീർക്കുന്നുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ. അതൊക്കെ അസുഖമാണ് ശരിക്കും. ശരിക്കും ഡിസോർഡറാ. OCD എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട്. അപ്പൊ അതിന്റെ പിന്നീടാണ് റിയലൈസ് ചെയ്യുന്നത്. ഇപ്പൊ കുറവുണ്ട് കേട്ടോ, കുറവുണ്ട്, വ്യത്യാസമുണ്ട്. അല്ല താങ്കളുടെ പല അസുഖങ്ങളെ പറ്റി സംസാരിക്കാൻ നമുക്ക് ഒരാളെ വിളിക്കാം. താങ്കൾ അടുത്തറിയുന്ന, താങ്കൾ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് വിളിക്കാം. വിളിച്ചാലോ? അപ്പൊ ലക്ഷ്മി പരിചയപ്പെടുത്തി കൊടുക്കുവോ ആരാന്നുള്ളത് ആദ്യം? ലക്ഷ്മി എന്റെ വളരെ അടുത്ത സുഹൃത്തും എല്ലാവുമായ ലക്ഷ്മി പ്രേംകുമാർ. പിന്നെ സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്, ലാല റിലേഷൻസ് എന്ന് പറഞ്ഞ PR കമ്പനിയുടെ മുതലാളിയാണ്. മുതലാളി പ്രൊമോഷൻസ് കൊടുക്കണം. കട്ട് ചെയ്യും, എന്നാലും എന്റെ സമാധാനത്തിൽ ഇരിക്കട്ടെ. സഹചാരി ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ഈ OCD ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് കുറെ താങ്കൾ ഇതിനൊക്കെ അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നു. ഞാൻ പിന്നെ എന്താ പറയാ, തലയ്ക്ക് മീതെ വെള്ളം വന്നാ അതിന്റെ മീതെ തോണി, അത്രേ ഉള്ളൂ. അപ്പോ OCD ഒന്നും അങ്ങനെ നമ്മളടുത്ത് ബുദ്ധിമുട്ടായിട്ടൊന്നും വരത്തില്ല അല്ലേ? ഇവരുടെ അടുത്തൊന്നും ഞാൻ ഇറക്കാറില്ല. എന്റെ വീട് എനിക്ക് വീട്ടില് ഭയങ്കര വൃത്തിയായിരിക്കും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ എല്ലാം വൈറ്റേ ഉപയോഗിക്കുള്ളൂ, ബെഡ്ഷീറ്റ് ആ അസുഖം കൂടെ ഉണ്ടാവും. എല്ലാം പ്ലെയിൻ ആയിരിക്കണം. അതായത് പ്രിന്റ് ഒന്നും പാടില്ല. ഇല്ല, പറ്റത്തില്ല. എല്ലാം പ്ലെയിൻ ആയിരിക്കണം. അങ്ങനെയുണ്ട്. അങ്ങനെ കുറച്ച് ഇത് ഇപ്പൊ ചില സാധനങ്ങൾ വെച്ചെടുത്ത് തന്നെ ആയിരിക്കണം. ഫുഡും ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ് അല്ലേ? അയ്യോ, സിനിമാ തിയേറ്ററിൽ വരെ ഫുഡ് ചോറ് കൊണ്ടുപോയി കയറ്റി തിന്നുന്ന ടീമാണ് ദേവി. ഇനി ഇതിനകത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സിനിമാ തിയേറ്ററിൽ ചോറ് തരാൻ പറ്റുമല്ലോ. മറ്റേ മോരുകറിയും ചോറും ഒക്കെ ഇങ്ങനെ ഒളിച്ചിരുന്ന് കഴിക്കും. ഞാൻ ഇപ്പോഴും കൊണ്ടുപോകും, ഒളിച്ചു കിടത്തും. എന്തൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്ക് വേണോ സിനിമാ തിയേറ്ററിൽ എങ്ങനെ സാധനങ്ങൾ ഒളിച്ചു കിടത്താന്നുള്ളതിന് വേണേ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യാറ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നറിയോ? വെള്ള ഉടുപ്പയിൽ ഇങ്ങനെ മോരുകറി ഉണ്ടാവും, സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ മണം വരും.
ഒരു മുട്ട പൊരിച്ചത്, ഒരു പ്രോട്ടീൻ വേണമല്ലോ, ഒരു മോര് കൂട്ടാൻ, എന്തെങ്കിലും ഒരു പച്ചക്കറി ആയിരിക്കും ഉണ്ടാവും. ഞാൻ സ്പൂണൊക്കെ വെച്ച് തിന്നുന്നതിടയ്ക്ക് ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ മണവും വരും, ഇവര് കാണും. ഭാഗ്യത്തിന് ഇതുവരെ സിനിമാ തിയേറ്ററുകാർ പിടിച്ചിട്ടില്ല. ഇനി പിടിച്ചോളും, ഇനി പിടിക്കും, ഇനി പ്രശ്നമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേരും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞാൻ ഇവിടെ വിഷ്വലിൽ കൊണ്ടുവരട്ടെ, താങ്കൾക്കും അറിയാൻ പറ്റണം. ഹായ് പൂച്ചേ, ഇന്ന് പൂച്ചയ്ക്ക് ഒരു കുട്ടി സർപ്രൈസ് തരാൻ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന്. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നത് സ്കൂൾ ടൈമിലാണ്, അതായത് ഒരു 10ാം ക്ലാസ് വരെയുള്ള സമയത്ത്. അപ്പം ആ ഒരു അഞ്ജുവിനെ ഓർത്താൽ എൻ്റെ മെമ്മറിയിലേക്ക് ആദ്യം വരുന്ന ഒരു 4th സ്റ്റാൻഡേർഡിലെ ഫേസ്, അതായത് മുടിയൊക്കെ മഷ്റൂം കെട്ടടിച്ച് ഒരു പിന്നഫോറൊക്കെ ഇട്ട് ഓടിക്കളിച്ച് നടക്കുന്ന ആ ഒരു കുഞ്ഞഞ്ചു. അന്നേ ഭയങ്കര ബബ്ലി ആയിരുന്നു, ഫുൾ എനർജി ആയിരുന്നു, ഭയങ്കര പോസിറ്റീവ് എനർജി. ആളുടെ അടുത്ത് നിൽക്കുമ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഉള്ള ഒരാളാണെങ്കിൽ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ അതെല്ലാം കൊച്ചു പ്രായത്തിലെ തൊട്ടേ ആളങ്ങനെ ആയിരുന്നു, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ഇപ്പോൾ ഒരു ഡിസംബർ ക്രിസ്മസിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോൾ ഒരു തണുപ്പ് വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അഞ്ചു മഫ്ലറൊക്കെ ചുറ്റി സ്വെറ്ററൊക്കെ ഇട്ടായിരുന്നു സ്കൂളിൽ വരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ വരുന്ന ഏക വ്യക്തി അഞ്ചു ആയിരിക്കും. പിന്നെ അതുപോലെ മഴ ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും എല്ലാം കുടയൊക്കെ ചൂടി അങ്ങനെയായിരുന്നു. അപ്പോൾ അത്രമാത്രം ഡെഡിക്കേഷൻ. ഞങ്ങളതുപോലെ PT ക്ലാസ്സിലൊക്കെ ഞങ്ങൾ കളിക്കാൻ പോകുമ്പോഴും അഞ്ചു പാട്ട് ക്ലാസ്സിലായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു ഹാർഡ് വർക്ക്, അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ടാലൻറ്റും. അപ്പോൾ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇതെന്റെ വളരെ ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റാണിയാണ്. അവിടേക്ക് വരുന്നതിന് മുമ്പ് എടി ഇങ്ങനെയൊക്കെ വേണം ഒരാളെ പറ്റി നീയൊക്കെ വന്ന് വേസ്റ്റ് ഇല്ല, ലക്ഷ്മിക്ക് അറിയത്തില്ലായിരിക്കും റാണീനെ. ഇവര് സ്കൂൾ ഫ്രണ്ടാണ് റാണി. സ്കൂളില് ബെസ്റ്റ് ഫ്രണ്ട്സ് 3 പേര്, ഞാൻ, റാണി, പ്രീതി ഇതായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ തണുപ്പില്. അതെ, കാഞ്ഞിരപ്പള്ളി. സത്യം അന്നേ എന്തോ പ്രശ്നമുണ്ട്. ആന്ന് ഇപ്പഴാണ് ഈ മഫ്ലർ ഊരാൻ തുടങ്ങിയത്. ശരിയാ, ഞാൻ മഫ്ലർ വെള്ളം എപ്പോഴും ഉണ്ടാവും. രാത്രി കിടന്നുറങ്ങുമ്പോ മഫ്ലർ കെട്ടി, പൊരിഞ്ഞ ചൂടായിരിക്കും, മഫ്ലർ കെട്ടിയായിരുന്നു കിടക്കുന്നത്. അടുത്ത രാത്രി മറ്റേ കൊട പിടിക്കുന്ന പോലെ. അത് പറഞ്ഞു. പക്ഷെ കമ്മിങ് ബാക്ക് ടു റാണി, റാണീനെ എന്നെയും ഞാൻ പറഞ്ഞില്ലേ ഒരു 2ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. ബോധവും വെളിവും രണ്ടിനും ഇല്ല. 3 പേരുണ്ട്. എനിക്ക് പ്രീതിക്ക് ഇച്ചിരി കൂടെ ബോധമുണ്ട്. ഞങ്ങൾക്ക് രണ്ടിനും ബോധം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. 2 പേർക്കും പൂച്ചക്കുട്ടികളുണ്ട് വീട്ടില്. പൂച്ചക്കുട്ടി തിരിച്ചങ്ങനെ പൂച്ചാന്നാ വിളിക്കുന്നത് 2 പേര്. എന്റെ അമ്മയൊക്കെ ആ സമയത്ത് ഈ 10th വരെ ഇന്നും ഒരുമിച്ചാണല്ലോ, ഒരേ ഓട്ടോറിക്ഷയിലാ പോകുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളിലേക്ക് മാറി, +1 +2. റാണിയും അങ്ങോട്ട് തന്നെ മാറി. പക്ഷെ റാണി കൊമേഴ്സും ഞാൻ സയൻസ് വായ്പ. അപ്പോൾ ഒരു നിവൃത്തിയില്ല. സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേർക്കും അങ്ങ് ഫോൺ വിളിക്കണം. 4 മണിക്ക് അങ്ങ് തിരിച്ചു വന്നിട്ട് വിളിച്ചിട്ട് എന്തോ ഈ പറയുന്നത്, അങ്ങനെ എടീ എൻ്റെ പൂച്ച പ്രസവിച്ചു, നിന്റെ പൂച്ച പ്രസവിച്ചായിരുന്നു, എൻ്റെ പൂച്ച അങ്ങോട്ട് പോയി ഇങ്ങോട്ട്. ഒരു ദിവസം എൻ്റെ അമ്മ ഒരു +2 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ വന്നിട്ട്, പിള്ളേര് നിങ്ങൾക്ക് നാണമില്ലേ ഈ പൂച്ച എന്നുള്ള സാധനം പറഞ്ഞോണ്ടിരിക്കുക, നിങ്ങൾ വല്ല ബോയ്സിനെ പറ്റിട്ടോ. അവർക്ക് ടെൻഷൻ, എന്തിനും തകരാറുണ്ടോ മക്കൾക്ക്. ഇത് പറയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ പോയേക്കുന്ന ഒരേ ഒരു ട്രിപ്പ് ഇവരുടെ കൂട്ടത്തില, ഈ സ്കൂൾ കോളേജ് സമയത്ത് പോയേക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ PT വിടത്തില്ല, സിസ്റ്റർമാർ വിടൂല. കാരണം 5 മത്സരം ഉണ്ടാവും അടുത്ത ആഴ്ച. അതുകൊണ്ട് 5 ഇവിടെ ഇരുന്നോട്ടെ, വിടത്തില്ല, ഇവിടെ ടൂറിന് വിടത്തില്ല, അങ്ങനെ മത്സരമായി എല്ലാം വെച്ച്. അപ്പൊ അത് ഒരു തവണ എന്തോ വിട്ടു, വീട്ടിൽ നിന്ന് വിട്ടു, സ്കൂളിൽ നിന്ന് വിട്ട്. 3 പേരും കൂടെ തെണ്ടി തിരിഞ്ഞ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുക, ഊട്ടി. ബാക്കി മനുഷ്യർ മൊത്തം ആ സ്കൂളിലെ എല്ലാവരും ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടു. ഞാൻ, റാണിയും പ്രീതി. താഴെ അവിടെ ഒരു സിൽവർ ഓക്ക് മരം എന്താണ്, അതിന്റെ താഴെ കിടന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് എല്ലാവരും കൂടെ അത്രയും നടന്നു കയറണം, അതിനൊന്നും വയ്യ. താഴെ മരം തിന്നു. ബാക്കി എല്ലാവരും അവിടെ വന്നപ്പോ ശരി, ഇതായിരുന്നു ട്രിപ്പ്. നടക്കാനൊന്നും പറ്റത്തില്ല, ആ സ്വഭാവം തന്നെ. ഇപ്പോഴും മറ്റേ സാധനമൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ ബാഗ് തപ്പിയ ചിലപ്പോ ഇല്ല, ഇന്നും കൊണ്ടുവന്നിട്ടില്ലേ. ഇത് ഇപ്പൊ നിർത്തി. ആക്ച്വലി തിയേറ്ററിലൊക്കെ പണ്ടിടുവായിരുന്നു. മറ്റേ സാധനം കൊണ്ടുപോകുന്നത് ഇങ്ങനെയാ, എന്തോ കഞ്ചാവൊക്കെയാന്നല്ല കേട്ടോ. മറ്റേ ഭക്ഷണം ചോറും കറിയും കൊണ്ടുപോകുന്നത് ഈ മഫ്ലറിനകത്ത് പൊതിഞ്ഞു വെക്കും, ബാഗിനകത്ത്. അപ്പൊ ഇവരെ നമ്മള് അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിക്കാൻ, മറ്റേ ഇത് മാത്രം ഇങ്ങനെ പൊക്കി കാണിക്കും. മനസ്സിലായ
മിടുക്കി. പിന്നെ വേറെ ഉണ്ട് പക്ഷേ ഇതിട്ടോണ്ട് പോയിട്ട് സ്വെറ്റ് ഷർട്ട് ഇട്ടോണ്ട് പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ ഉള്ളില് തള്ളി കയറ്റി വെക്കും. എങ്ങനെയായാലും ചോറ് കയറ്റിയിരിക്കും. എന്റെ ദൈവമേ, ചോറ്, ആപ്പിള്, പീനട്ട് ബട്ടർ, ഹെൽത്തി സാധനങ്ങൾ ഞാൻ കഴിക്കും. കഴിക്കുള്ളൂ. ഇവർക്ക് എന്തോ ഒരു കഥ പറയാനുള്ളത് പറയണ്ട് കുറെ നേരമായിട്ട്. അതായത് രോഗിയെ കാണുന്നത് രോഗിയായ കഥയോ? അതായത് ഇവക്കൊരു പ്രത്യേക കഴിവുണ്ട്, നിന്ന് നിപ്പി തലയിറങ്ങി വീഴും. സ്വന്തം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റില്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവളെ എണീറ്റ് പോയിട്ട് നാരങ്ങ വെള്ളവും ഒക്കെ ഉപ്പിട്ട് കലക്കി കുടിച്ചിട്ട് ഓക്കെ ആവും. അതെന്താ വെച്ചാല് എന്റെ പ്രഗ്നൻസി ടൈമില് ലാസ്റ്റ് ഇപ്പം ഇന്ന് ഡേറ്റ് ആയി നാളെ ഡേറ്റ് ആയി അങ്ങനെ ഇരിക്കുക. ജൂൺ 13 വേണേ സംഭവിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഡിസ്റ്റ് അന്ന് കളിയൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഇവര് പിരിഞ്ഞു. ഇവര് മൂന്നാർക്ക് പോയി. ഞാന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ കൺഫേം ഇതാണ് ഡെലിവറി പെയിൻ ആണ്. കാരണം ആ ഒരു ബഹളത്തിനും കൂടി ഡെലിവറി പെയിൻ ആയി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ, ഇവര് മൂന്നാറിൽ ഇപ്പൊ പോകുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. അങ്ങനെ ഇവര് മൂന്നാർ എത്തലും വിളിച്ചു, വാ തിരിച്ചു വാ മക്കളെ. ഇവിടെ ഇപ്പൊ മൂന്നാർ എത്തിയവര് തിരിച്ചു വന്ന് ഹോസ്പിറ്റലിൽ വന്ന്. അപ്പൊ എനിക്കിത് പറയണല്ലോ, ഞാൻ ഹാപ്പി ആയല്ലോ. കാരണം മൂന്നാമത്തെ വട്ടം എനിക്ക് പഴച്ചില്ല, ഞാൻ കറക്റ്റ് ആയിരുന്നു. ഒരാള് ആശുപത്രിയിലോട്ട് കാണാൻ ചെല്ലുമ്പോ എന്തിനാണ് ഈ അനുഭവിച്ച വേദനയും കഥയെല്ലാം കൂടി ഇങ്ങോട്ട് പറയാൻ നിൽക്കുന്നത്? പറയണം അല്ലേ? ഞാൻ മറ്റേ മാതൃത്വത്തിന്റെ അപാരതല്ലോ നല്ല വേദന, ഞാൻ മറ്റേ പെയിൻലെസ് എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പൊ ഡോക്ടർ എന്നോട് പെയിൻ എന്താ ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പെയിൻലെസ്. അപ്പൊ എല്ലാവരും എൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞു നൊന്ത് പറ്റാലേ കുട്ടിക്ക് സ്നേഹം ഉണ്ടാവും, അത്ര സ്നേഹം വേണ്ട. അതെ, നൊന്ത് പറ്റുള്ള സ്നേഹം ഒന്നും എനിക്ക് വേണ്ട, ഉള്ള ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പെയിൻലെസ് എടുത്തു. അപ്പൊ ഇതൊക്കെ എനിക്ക് പുതിയ എക്സ്പീരിയൻസ് അല്ലേ. എന്നെ ആദ്യം കാണാൻ വേണ്ടി ഇവരാ എല്ലാവരും ഇരുത്തി, വാ എല്ലാവരും ഞാൻ കസേരയിൽ ഇരുന്ന് കഥ അങ്ങ് വിവരിച്ചു കൊടുത്ത്. ഇങ്ങനെ അങ്ങനെ കയറും, അവിടെ ചെല്ലുമ്പോ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യും. എന്നാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്നൊക്കെ തന്നെ ഉള്ളതൊക്കെ ഇത് പറഞ്ഞ് ഞാൻ കുറച്ച് ഞങ്ങൾ വന്നിട്ട് പടപടയെന്ന് ഒരാൾ താഴെ പോന്നു. അത് ഇവള് തല കറങ്ങി താഴെ പോകുന്നു. ഇതിങ്ങനല്ല, എന്റെ അമ്മ ചീത്ത, പ്രസവിച്ചിട്ടില്ലാത്ത കൊച്ചിനോടാണോ ഇങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? കണ്ടില്ല തല കറങ്ങി താഴെ പോയത്. ഈ രോഗി അവിടെ കിടക്കും, രോഗിയല്ല ഡെലിവറി കഴിഞ്ഞ ഒരാളവിടെ കിടക്കുന്നു. അപ്പൊ ഈ തലയിറങ്ങി വീണോണ്ട് എന്നെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി. പുറത്ത് ആ മുറിയിൽ കൊണ്ടുപോയപ്പോ ഇവളുടെ ഹസ്ബൻഡിന്റെ അച്ഛൻ, ഇവളുടെ അച്ഛൻ എല്ലാരും എന്നെ ഒന്ന് ശുശ്രൂഷിക്കാൻ നിൽക്കുക ചുറ്റും. ചുറ്റും നിൽക്കുമ്പോ മോളെ എന്ത് പറ്റി, എന്താണ് തലയിറങ്ങിയത്? അപ്പൊ എനിക്ക് നാണക്കേടാണല്ലോ ഇത് കേട്ടിട്ട് തലയിറങ്ങി. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഇച്ചിരി പൊറോട്ടയാണ് കഴിച്ചത്, അത് ശരിയായി തോന്നുന്നെങ്കിൽ അതിന്റെ തലയിറങ്ങുന്ന ഒരു പത്രമില്ല. പിന്നെ അവിടുന്ന് വെള്ളമൊക്കെ തന്ന് ഉപ്പിട്ടാണ്ടൊക്കെ തന്ന് എഴുതിപ്പിച്ച് വിട്ട് മനുഷ്യനെ. ഇതുപോലെ എന്തെങ്കിലും കഥകൾ യൂഷ്വലി കേട്ടപ്പോൾ അപ്പൊ തന്നെ തലറിഞ്ഞു വീഴും. എനിക്ക് ഇത് ഇങ്ങനത്തെ കഥയൊക്കെ ഇച്ചിരി പേടിയാ. താങ്കളുടെ ഇപ്പൊ ബ്രേക്ക് ഡൗൺ സംഭവിച്ച വളരെ ഒരു മോശം കാലഘട്ടത്തില് ഈ പറഞ്ഞ പോലെ സൂയിസൈഡിനെ പറ്റി പോലും ചിന്തിച്ച കാലഘട്ടങ്ങളിൽ എപ്പോഴും കൂട്ടായിട്ട് നിന്നത് ഒരുപക്ഷെ റിലേറ്റീവ്സിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ഈ ഫ്രണ്ട്സ് ആയിരിക്കണം, ഈ ഗ്യാങ് ആയിരിക്കണം, ഈ സുഹൃത്ത് വലയം ഉണ്ടല്ലോ, ഈ നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലുള്ള ഈ ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സ് എത്രമാത്രം ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? എന്താ താങ്കൾക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ? ഫ്രണ്ട്ഷിപ്പ് എന്ന് ചോദിച്ചാൽ എന്തുവാ ഇത്? മരിക്കണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എടി എന്നെ വിളിച്ചു, എടി എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും. ആണോ, എങ്ങനെയാ? കൈ മുറിക്കണ്ട കേട്ടോ, വേദന എടുക്കും. ഹാങ് ചെയ്ത് എന്നിട്ട് കെട്ടാനറിയോ? അതെങ്ങനെയാ കെട്ടേണ്ടത് അതറിയില്ല. ഓക്കെ, പിന്നെ മരിക്കണ്ട. അപ്പൊ തന്നെ കേട്ടവിടെ ഇരുന്നോളും, വേറെ ഇതാണ് ബേസിക്കലി ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒന്നും ഒരു ഒളിയും മറവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന, അത് അറ്റ് ദ സെയിം ടൈം ഇപ്പം ഞാൻ ലക്ഷ്മിയും ഇപ്പം ഈ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഇതല്ലാതെ ഒരു സീരിയസ് ലെവലിലും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നവരായിരിക്കും എൻ്റെ മിക്ക കൂട്ടുകാരും. അങ്ങനെ തന്നെയാണ് എല്ലാവരും. ഇപ്പം അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടപ്പോൾ ഇവരെല്ലാവരുമാണ് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതൊരു മേജർ ഭാഗം ചെയ്തത് ഇവർ തന്നെയാണ്. കാരണം നമ്മളല്ലാത്തൊരു സമയമാണ് അത്. അപ്പൊ ഇവരാണ് തിരിച്ച് ഞാൻ എന്തുവാന്നുള്ളത് മനസ്സിലാക്കിച്ച് തന്നത് ഇവരൊക്കെ തന്നെയാണ്. അതാണ്. പിന്നെ ഇവള് അങ്ങനെ നമ്മളടുത്ത് വന്നിട്ട് കരയത്തൊന്നുമില്ല. കരച്ചിലൊക്കെ സ്വന്തം ബെഡ്റൂമില് അല്ലേ, അങ്ങനെ ബെഡ്റൂമിൽ പുറത്ത് കാണിക്കില്ല, പ്രകടിപ്പിക്കാൻ ഇച്ചിരി പിന്നോട്ടാണോ ഇയാള്? അങ്ങനെ വന്ന് കരയത്തില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും, ഫേസ് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡള്ളായിട്ടിരിക്കും. മറ്റിങ്ങനെ എപ്പോഴും ചിരിച്ച് മറ്റേ മുയൽ, ഞാൻ പറയാം എപ്പോഴും മുയലിനെ പോലെയാ വരിക, മുയലിൽ ചിരിക്കുന്ന പോലെയല്ലേ ചിരിക്കുക. അപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കത്തില്ല. അപ്പോൾ ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ അഞ്ജുവിൻ്റെ ലൈഫിലെ വലിയ പാർട്ടാണെന്ന് എനിക്കറിയാം. സ്ട്രോങ് പിള്ളേരാണ്, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കണ്ണുവെക്കാതിരിക്കട്ടെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്.
ലാസ്റ്റ് തന്നെ ഒരു ഫൈനൽ ബൈറ്റ് ഇവിടെ നമുക്ക് കേൾപ്പിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ് നിർത്തിയ സ്ഥലത്ത് നിന്ന് അത് തുടങ്ങണ്ടേ, എനിക്ക് തോന്നുന്നത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ. ഹലോ അഞ്ജു, നമസ്കാരം. സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അഞ്ജുന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ 5-6 വർഷം മുന്നേ വേറൊരു ആർട്ടിസ്റ്റിന്റെ ഷോയുടെ ഫീച്ചറിങ് ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ 2-3 പേരുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ടത്. ആൻഡ് ഞങ്ങൾ ബോണ്ട് ചെയ്തത് കണ്ട് വിത്തിൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വി ഹാഡ് വെരി സിമിലർ കുറ്റങ്ങൾ ടു ടെൽ അബൌട്ട് പീപ്പിൾ. നമ്മൾ ഞാൻ ഒരുപാട് ഇൻഫർമേഷൻ വിടുന്നില്ല. പ്രത്യേക വിഭാഗ ആളുകളെ, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കുറിച്ചിട്ട് നമ്മൾ ഘോരം കുറ്റം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബോണ്ട് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുമ്പോഴും പിന്നെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതിനിടയ്ക്ക് നമ്മൾ തമ്മിൽ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളും, ഇടയ്ക്ക് മെസ്സേജ് അയക്കും എന്നുള്ള പരിപാടികളൊക്കെ അല്ലാണ്ട് റെഗുലർലി നമ്മൾ കോൺടാക്റ്റിലിരിക്കുന്ന ആളുകളല്ലായിരുന്നല്ലോ. ആദ്യം കാണുമ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു രീതിയിലും ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സാപ്പ് വഴിയോ ഒന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഓരോ മീറ്റിങ്ങിലും അഞ്ചു ഓരോ കാര്യം എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഹൗ ഡിഡ് യു ഫീൽ ലൈക്ക് ഐ എം ട്രസ്റ്റ് വർത്തി, ഇയാളോട് ഇത് വിശ്വസിച്ച് പറയാമെന്നും ഇയാള് തിരിച്ച് എന്നെ ഹേർട്ട് ചെയ്യുന്നൊന്നും പറയത്തില്ല, അല്ലെങ്കിൽ എന്നെ താഴോട്ട് വലിക്കുന്നൊന്നും പറയില്ല എന്നുള്ളൊരു വിശ്വാസം അഞ്ജുവിന് എവിടെയാണ് വന്നത് എന്നാണ് എനിക്ക് അഞ്ജുനോട് ചോദിക്കാനുള്ള ചോദ്യം. അതായത് ഒരു ഷോയിൽ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരാ, ഭയങ്കര മുൻപരിചയമൊന്നുമില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറഞ്ഞു തുടങ്ങി, പറഞ്ഞ ചെറുതായിട്ട് പരദൂഷണം പറഞ്ഞു തുടങ്ങി കൂട്ടായ ആൾക്കാരാ. ഈ കൂട്ടായ ആൾ എപ്പോൾ മുതൽ വിശ്വാസം വന്നു തുടങ്ങിയത് ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം? ഇത് ഇൻസ്റ്റന്റ് കണക്ട് ആയിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സിമിലർ സിറ്റുവേഷൻ ആയിരുന്നത്. ആ സിമിലർ ആളിനെ പറ്റിയാണ് നമ്മൾ കുറ്റം പറഞ്ഞത്. സിമിലർ സിറ്റുവേഷൻ അത് രണ്ട് വ്യക്തികളാണ്, പക്ഷെ അവരെ പറ്റിയാണ് നമ്മൾ കുറ്റം എന്നല്ല പറഞ്ഞത്. മേ ബി കുറ്റം തന്നെ പറയണം. നമുക്ക് അവരുടെ അടുത്ത് നിന്നുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി നമ്മൾ കണക്ട് ആയി. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ടുപേർക്കും ഒരുപോലത്തെ സാധനം പറയണം. അപ്പം മനസ്സിലായി ഇങ്ങനെ ആ സംഭവം എന്നുള്ളത്. ഒരു ദിവസം രാത്രി ഞാനൊരു ഷോക്ക് കഴിഞ്ഞ് മടുത്ത് കുത്തി വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഏതോ മണ്ടത്തരത്തിന് ഞാൻ യൂട്യൂബ് തുറന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് വന്ന് കിടക്കുന്നു. ഞാനത് ഇതിന് ഇത്രയും വ്യൂവോ, കൊള്ളാലോ, ഞാൻ ഇട്ടത് പോലും അല്ല. തുറന്നു നോക്കുന്നു, എന്നാ പിന്നെ കമന്റ് ഒന്നുണ്ട്. എൻ്റെ പൊന്നെ വഴിക്കൊണ്ടല്ലോ തെറിവിളിയും പൊങ്കാലെന്ന് പറഞ്ഞോണ്ടല്ലോ. ഞാൻ അന്നത്തെ ആ ഇതിൽ ഞാൻ ഓർത്ത് ഞാൻ പാട്ട് നിർത്തി ജീവിതം അവസാനിപ്പിച്ച പോലെ. ഞാൻ എഴുന്നേറ്റിരുന്ന രാത്രി 2-3 മണിക്കൂർ കരഞ്ഞു. സീരിയസ്ലി ഞാൻ കരഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു കാര്യം ചോദിക്കാൻ പറ്റുന്ന ആള് നേരെ ഗൗരി ഇങ്ങനൊരു വിഷയമുണ്ട്, ഞാൻ എന്നാ ചെയ്യണം. ഷീ ഗേവ് ദി കറക്റ്റ് ആൻസർ അതിനുള്ളത്. സോ എന്താ പറയാ, ഒരു 2 റിപ്ലൈയും കൊണ്ട് ഗൗരി ആ സാധനം ക്ലിയർ ചെയ്തു. അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് ലക്ഷ്മി, ഗൗരി ലക്ഷ്മി. സോ അങ്ങനെയാണ് ട്രസ്റ്റ്. അതാണ് ട്രസ്റ്റിന് പിന്നിലുള്ള ഉത്തരം. ഇനിയിപ്പോ മെന്റൽ ഹെൽത്ത് പോലെ തന്നെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണല്ലോ ലൈഫില്. അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നില്ല ജിമ്മിലൊക്കെ പോയിട്ട് അത്രയും അഡിക്റ്റ് ആയിട്ടുള്ള അടിപൊളി അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വിചാരിക്കുന്നില്ല. എന്നാലും അങ്ങനെ തന്റെ സർക്കിളിൽ വന്നിട്ടുള്ള കണക്ട് ആയിട്ടുള്ള ഒരാളെയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നില്ല ഇദ്ദേഹം ഇങ്ങനെ ഫിറ്റ്നസ് അഡിക്റ്റ് ആണ് എന്നൊന്നും. നിങ്ങൾ ഇങ്ങനെ ഒരു ബോണ്ടിലായത് എങ്ങനെയുണ്ട്? നിങ്ങളുടെ ശിഷ്യയെ പറ്റി കുറച്ച് വർണ്ണിക്കാനുള്ള സമയമാണ്. ആക്ച്വലി അഞ്ജു, ഞാൻ സിനിമാ നടിയായിട്ടാണ് ഫസ്റ്റ് കാണുന്നത്. അതിനു മുമ്പ് അറിയായിരുന്നു അഞ്ജു, കൊച്ചഞ്ജു പാട്ട് പാടുന്നു. അങ്ങനെ ആക്ച്വലി പൊന്നിയിൻ സെൽവൻ സിനിമയില് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഐശ്വര്യ വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച മൊത്തം ജിമ്മിലായിരുന്നു. അർച്ചന 31 ഷൂട്ടും ഇതും പാരലലി അല്ല, ഒരേ സമയത്താണ് നടന്നത്. അപ്പൊ അർച്ചന 31 മൊത്തം ഇട്ട് ഐശ്വര്യ ഓടിച്ച മനുഷ്യനാണ് ഇങ്ങേര്. അപ്പൊ ഇങ്ങേര് കൂടെ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ കൂടെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങ് ഞാൻ ഇവിടെ ചേർന്നു. ഇതിപ്പോ 3-4 കൊല്ലമായില്ലേ. നമ്മള് 21 സ്റ്റാർട്ട് ചെയ്തതാണ്. റെഗുലർ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. ഞങ്ങള് മിനിയാന്ന് 100 പുഷപ്പ്. ഓക്കെ, 100 പുഷപ്പ് എടുക്കോ മിനിയാന്ന് സീരിയസ്ലി. ഓക്കെ, അപ്പൊ അത് പക്ഷെ അതിന് 100 പുഷപ്പ് ഒറ്റയടിക്കല്ല. നമ്മള് 25, പിന്നെ 25, 20 അങ്ങനെ. പക്ഷെ ഒരു വർക്കൗട്ട് സെഷനിൽ 100 ഫിനിഷ് ചെയ്തു ആള്.
പിന്നെ കാണാൻ ലുക്കില്ലതേ ഉള്ളൂ ഭയങ്കര സംഭവം. അല്ല ആക്ച്വലി ഞാൻ പിന്നെ അഞ്ജുനെ ഇങ്ങനെ ആക്സിഡന്റലി മീറ്റ് ചെയ്തതിന് ശേഷമാണ് അഞ്ജുവിനെ പറ്റി ഇങ്ങനെ നമ്മളൊരു അറിഞ്ഞില്ല. അഞ്ജു ഓൾറെഡി എല്ലാ ദിവസവും പരിപാടിയാണ്. അപ്പൊ ഇന്ന് ഫുൾ ലേറ്റ് നൈറ്റ് എന്താ പറയാ പ്രോഗ്രാംസ് ഉണ്ട്. പിറ്റേ ദിവസം വൈകുന്നേരം പറയും ജിവിനെ ഇപ്പൊ നമുക്ക് ചെയ്യാം. ഞാൻ ഇതെങ്ങനെ ഈ നൈറ്റ് ഫുൾ ഉറങ്ങാണ്ട് പിന്നെ എന്നോട് ഞാൻ വിചാരിച്ചു ഇത് ചെയ്യോ ഓക്കെ. പിന്നെ കാണാനും ഈ പറഞ്ഞ മാതിരി വളരെ ലീനാണ്. അത് നമ്മള് പ്രതീക്ഷിക്കില്ല. അതെ, നെവർ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഓക്കെ, അത് ആക്ച്വലി അഞ്ജു ഒന്നും ചെയ്യില്ല. ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ കാരണം ഫിറ്റ് ആയിട്ടിരിക്കുന്നത് ഒരു റീസൺ, രണ്ടാമത്തേത് മെന്റൽ ഹെൽത്ത് റെഡി ആകണമെങ്കിൽ ഓഫ് കോഴ്സ് ഫിസിക്കലി നമ്മൾ ഇതായിട്ടിരിക്കണം. എനിക്ക് നല്ലോണം ഉറങ്ങണം രാത്രി. അപ്പൊ ജീവൻ എടുപ്പിക്കുന്ന പണിക്ക് അതൊരു 9:30-10 മണിയാകുമ്പോൾ നമ്മൾ കട്ടായിരിക്കും, ഉറങ്ങിപ്പോകും. ക്ഷീണിച്ചുറങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് റെഗുലർ ആയിട്ട് ചെയ്യുന്നതാ. ഇപ്പൊ ശരിക്കും പറഞ്ഞ പുറത്തുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ, അകത്ത് എഞ്ചിൻ ഇച്ചിരി തകരാറാണ്, അവിടെ ഇവിടെയൊക്കെ തകരാറുണ്ട്. പിന്നെ ഒരു മേജർ റിയലൈസേഷൻ ഉണ്ട്. അപ്പൊ ഞാനൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആള് വരുമോ ഇല്ലോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. വന്നാ വന്ന് അങ്ങനെ ഉള്ളു. അപ്പോ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി കിടക്കുവാണെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് കിടക്കണ്ടേ. അങ്ങനെ ഒരു സാധനം എവിടെയോ തലയുടെ ബാക്കിലുണ്ട്. അതാണ് മെയിൻ മോട്ടിവേഷൻ സാധനം ഇങ്ങോട്ടുള്ള. ജിബിന് ഞാനും കൂടെ ഉള്ള വല്ല വർക്കൗട്ടിന്റെ എന്തെങ്കിലും ഒരു ഷോർട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില വേറെ ഈ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ചില ചേട്ടന്മാർ, അതാരാ നിങ്ങക്ക് മനസ്സിലായി കാണും ഓൾറെഡി. ആ ചേട്ടൻ മെസ്സേജ് അയക്കും, ഇത്ര രൂപ തരാം എന്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്തിന് ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ ഒരു അപ്രോച്ച് ചെയ്യുന്നതാണ് ആർട്ടിസ്റ്റുകളെ. ഐ തിങ്ക് സോ. എനിക്ക് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. എനിക്കറിയില്ല. എനിക്ക് ഇവരൊന്നും പോയി അവരുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിരുമ്പോ ആ പുള്ളി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡേഡിക്ക് വിളിക്കോ അഞ്ജു ഒക്കെ സംബന്ധിച്ച് അഞ്ജുവിനൊക്കെ ഒരു നമ്മള് 6 pack ഒക്കെ ആയി നമ്മുടെ ഒരു സമയത്ത്. സീരിയസ്ലി 2 packs വന്ന് പിന്നെ ഫ്ലാറ്റ് ആയി. പിന്നെ അതുണ്ട്. ഷീസ് ആക്ച്വലി ഫിറ്റ് ആൻഡ് ഷീ ഗെയിൻ ലോട്ട് ഓഫ് മസിൽസ്. ഇപ്പോൾ ഒരു 3-4 കിലോ മസിൽ തന്നെ ലാസ്റ്റ് ഒരു വർഷം 2-3 വർഷം കൊണ്ട് നമ്മൾ മസിൽ ഗെയിൻ ചെയ്തിട്ടുണ്ട്, ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഷീ ലുക്സ് ലീൻ ബട്ട് ഷീ ഈസ് മസ്കുലർ. അത് നമ്മളിതൊന്നും അറിയുന്നില്ലായിരുന്നല്ലോ. ചേട്ടാ താങ്ക് യു സോ മച്ച്. ആ വാല്യുബിൾ ടൈം, ഒരുപാട് സന്തോഷം. ഇന്ന് സ്കിപ്പ് ചെയ്തെന്നറിയാം, വൈകിട്ട് വരാൻ. ഓൾ ദി വെരി ബെസ്റ്റ്. മഞ്ജു, ഇതായിരുന്നു താങ്കളുടെ ഒരു ജേർണി, ചെറുപ്പം തൊട്ട് ഇപ്പോ ട്രെയിനർ വരെയുള്ള താങ്കളുടെ ഒരു ലൈഫ്. മറ്റേ സിനിമയിൽ ചോദിക്കുന്ന പോലെ ഹാപ്പി അല്ലേ മോളെ? അല്ല, ഞാൻ പറയുന്ന ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയ ഒരു സമയം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പൊ സീറ്റിൽ വന്നിരിക്കുന്ന സമയത്തെ തിരിഞ്ഞു നോക്കുമ്പോ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്താ? ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചത് ആ സമയത്ത് ജീവിക്കണം എന്നുള്ളതാണ് പഠിച്ചത്. അപ്പൊ പ്രസന്റിൽ ജീവിക്കുക, കാർപ്പെ ഡിയം എന്ന് പറയുന്ന സാധനമാണ് പഠിച്ചത്. അപ്പൊ ആ മൊമെന്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഞാനൊക്കെ ജീവിക്കാൻ കുറെ മറന്നു വയ്ക്കുന്ന ആളാണ്. ഒരു 30 years പ്ലസിലാണ് ഞാൻ ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ വരെ എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ പോകുന്നു. 30 years ആയി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു മേജർ ഒരു ട്രോമ ഉണ്ടായിട്ടാണ് ഇപ്പുറത്തോട്ട് കയറിയതെങ്കിലും, പക്ഷെ അതൊരു ലൈഫ് ചേഞ്ചിങ് സാധനമായിരുന്നു. ഇപ്പൊ പ്രസന്റിൽ ജീവിക്കാൻ തുടങ്ങി. കാരണം ഇപ്പൊ പ്രസന്റ് മാത്രമേ ഉള്ളൂ. Don't you feel the same? അതാണ് ഏറ്റവും കൂടുതൽ. എല്ലാവർക്കും പ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷെ അതങ്ങ് കഴിയാൻ, അത് ജീവിക്കാൻ കുറച്ച് സമയം കൊടുക്കുക, അത് പിന്നെ ബാക്ക് ടു നോർമൽ ആവും അല്ലേ? എന്തൊക്കെയാണെങ്കിലും മുറിവുകൾ എവിടെയൊക്കെ ബാക്കി ഉണ്ടായിരിക്കും, എന്നാലും അതല്ല എൻഡ് അല്ലേ ലൈഫ്? അതൊന്നും അല്ല ഒരിക്കലും എന്റെ. ഇനിയും വിഷയങ്ങൾ ഉണ്ടാകും. ഇതൊന്നും ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ചലഞ്ചസ് ആയിരിക്കും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ we'll have to go on, no? അല്ലേ? അതെ. ഹാപ്പി അല്ലേ? ഓഫ് കോഴ്സ് ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇതാണ് എൻ്റെ ഒരു
30+ എന്റെ ടാഗ് ലൈൻ ഇതാണ്, be happy. സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ അഞ്ജുവിനെ ഉടനീളം കാണാൻ സാധിക്കട്ടെ. ഐ ഹോപ്പ് ഇറ്റ് വാസ് എ ക്വാളിറ്റി ടൈം, ക്വാളിറ്റി പീപ്പിൾ. നല്ലായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഷോ ആയിരുന്നു, ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഷോയും ഗംഭീരമാവട്ടെ. ഞാനും ആശംസിക്കുന്നു, നന്നായിട്ട് വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. താങ്ക് യു ഗദ്ദാഫി. ആൻഡ് പറയാതിരിക്കാൻ ഗദ്ദാഫിന്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആണോ? അതിനെ പറയണ്ടായിരുന്നോ? റിയലി നൈസ്. താങ്ക് യു സോ മച്ച് മാൻ. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് സോ ബ്യൂട്ടിഫുൾ. നമുക്കൊരു പാട്ട് പാടി അവസാനിപ്പിക്കാം. കിട്ടുന്ന പാട്ടായിക്കോട്ടെ. ഗദ്ദാഫിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും. താങ്കളുടെ രാജവേണു ആയിക്കോട്ടെ. ഇതൊന്ന് രാരവേണോ? രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല അമ്പാടിക്കുഴലേ പൊന്നോടക്കുഴലേ അമ്പാടിക്കുഴലേ പൊന്നോടക്കുഴലേ നറുവണ്ണക്കുടമല്ലേ നീ രാരവേണു